ഹലോ ഗൈസ്, എല്ലാവർക്കും ഐ ആം ദി മലയാളി ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചന്ദ്രകാന്തം പ്രൊമോ നമ്മുടെ നന്ദയും ഗൗതവും എന്നേക്കുമായി പിരിയുന്നോ എന്നും സംശയിക്കേണ്ട തരത്തിലുള്ള ഒരു രംഗങ്ങളുണ്ട്. കാരണം നമ്മുടെ ഗൗതമിന്റെ വാക്കുകൾ അത്രയ്ക്ക് മൂർച്ചയുള്ള വാക്കുകളായിരുന്നു. ഏതോ ഒരു പെണ്ണ് എവിടെ നിന്നോ വന്ന് നമ്മുടെ നന്ദയെ പറ്റി പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി മതം പതിച്ചതായിരുന്നോ നമ്മുടെ ഗൗതം, അല്ലെ? നമ്മുടെ ഗൗതം എന്തായാലും നന്ദയ്ക്കരികിൽ വന്ന് ഈ കാര്യങ്ങൾ, നിർമ്മൽ നിന്റെ ജാരനാണോ അല്ലെങ്കിൽ കാമുകനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത്രയ്ക്കും അറപ്പാകുന്ന നിമിഷങ്ങൾ തന്നെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കേട്ടിട്ട് നമ്മുടെ നന്ദ, നിങ്ങൾക്കതൊന്നും അറിയാനുള്ള അവകാശമില്ല. നിങ്ങളോട് എനിക്കത് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല. നിങ്ങളെ സ്നേഹിച്ചു പോയ ഓരോ നിമിഷത്തെയും ഞാനിപ്പോൾ ശപിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദയും നല്ല മറുപടി തിരിച്ചു കൊടുക്കുന്നുണ്ട് ട്ടോ. അതിനുശേഷം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ നന്ദുമോനെയും കൊണ്ട് തിരികെ ഇന്ത്യവരം വീട്ടിലേക്ക് പോകുന്ന ഒരു ഗൗതമിനെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിലൊക്കെ അപ്പുറം നമ്മുടെ ലക്ഷ്മി അമ്മയുടെ വാക്കുകളാട്ടോ നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുന്നത്. എന്തോരം സ്നേഹിച്ച് അതായിരുന്നു നമ്മുടെ ലക്ഷ്മി അമ്മ നമ്മുടെ നന്ദയെ, അല്ലെ? അപ്പൊ നന്ദയെ പറ്റി നമ്മുടെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, നന്ദ ഇത്രയ്ക്കും അതമതിച്ചോ, ശേ എന്തൊരു കഷ്ടാണിതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു വാക്കുകൾ തന്നെയാട്ടോ നമ്മുടെ നന്ദയെ പറ്റി പറയുന്നത്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ അരുൺ നമ്മുടെ നന്ദയെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇത്ര നാളും ജീവിച്ചിരുന്നിട്ട് ഒരു ഫോൺ കോൾ പോലും ഇന്ത്യവരത്തിലേക്ക് ചെയ്തില്ലല്ലോ, അത് ഭയങ്കര മോശം തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നന്ദ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവിടെ നിന്നും പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഒടുവിൽ ആ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അല്ലെ കൂട്ടുകാരെ? നമ്മുടെ നന്ദുവിന്റെ ആ ഒരു സ്വപ്നങ്ങൾ തന്നെയായിരിക്കും ഇതോടൊപ്പം തന്നെ പൊലിഞ്ഞില്ലാതാകുന്നതും. ആ ഒരു മത്സരത്തിൽ നമ്മുടെ നന്ദുവിന് പങ്കെടുക്കാൻ പറ്റുമോ? അതിൽ നല്ല രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് വരുമായിരുന്നു നമ്മുടെ നന്ദ, അല്ലെ? അപ്പൊ ഇതോടുകൂടി അതെല്ലാം തവിട് പൊടിയാകും. ഇനി ആയിരിക്കും ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ പോകുന്നത് നമ്മുടെ ഗൗതമിനും നന്ദയ്ക്കും പിങ്കിക്കും ഒക്കെ, ഈ നന്ദുവിന് വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പഠിച്ചൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.